നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ വിക്ടോറിയ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് വിദ്യുത് നഗർ എന്നാണ്. വിക്ടോറിയ കോളേജ് എത്തിയിട്ട് വിക്ടോറിയ കോളേജിൽ നിന്ന് നമ്മുടെ ചുണ്ണാമ്പുതറയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു മേൽപ്പാളം കാണാം. ഈ പാളത്തിൻ്റെ തൊട്ട് ചുവടായിട്ട് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ രണ്ട് ഭാഗത്തും റോഡാണ്. ഇത് നല്ല വീതി കൂടിയ ഒരു താരിട്ട റോഡാണ്. അതേപോലെ ഈ പ്രോപ്പർട്ടീൻ്റെ ഈ സൈഡിൽ കൂടിയും വേറെ വഴിയുണ്ട്, ഇങ്ങനെ റോഡുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൊത്തം വന്നിട്ട് 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2950 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചനായിട്ടുള്ള വീടാണ്. വീട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. നല്ല രീതിക്കുള്ള വണ്ടിയൊക്കെ കയറ്റി നിർത്താൻ പറ്റിയ രീതിക്കുള്ള ഒരു ഗേറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശം. നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. ഇതിൽ 2 ഡോറാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് മെയിൻ ഡോറാണ്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അതേപോലെ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ ഒരു ഡോറുണ്ട്. അതൊന്നും ഒരു ഓഫീസ് റൂമാണ്. അത് ഈ വഴി കൂടെ വന്നിട്ട് ഈ ഡോറ് തുറന്നാൽ നമുക്ക് വന്നിട്ട് ഒരു ഓഫീസ് റൂം ഇവിടെയുണ്ട്. നമ്മുടെ ഈ ഓഫീസ് റൂം കൂടാതെ 4 ബെഡ്റൂം ഹാള് കിച്ചനാണ് നമുക്കുള്ളത്. ഈ ഉമ്മാർ തന്നെ വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു ഗാർഡനിങ് ഏരിയ നല്ലപോലെ ഉണ്ട്. നല്ല രീതിക്കുള്ളൊരു ഓപ്പൺ വെല്ലുണ്ട്. വീട്ടിൽ ഒരു 4-5 തെങ്ങുണ്ട്, നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ്. അതൊക്കെ ബാക്ക് സൈഡാണ് കൂടുതലുള്ളത്. കൂടാതെ 2-3 നല്ല രീതിക്കുള്ള മാവ് ഇതിൽ ഉള്ളതാണ്. ഇതാണ് നമ്മളുടെ സിറ്റ് ഔട്ട് ഏരിയ. ഈ വീട് മൊത്തം വന്നിട്ട് ഒരു 30 വർഷം പഴക്കമുള്ള വീടാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഇതൊക്കെ ഫുള്ളി ഒറിജിനൽ കരിങ്കല്ലിൽ കെട്ടിയ വീടാണ്. ഈ മുൻവശം ഫുള്ളി കരിങ്കല്ല് കെട്ടാണ്. ആ ലാസ്റ്റ് വരെ കാണും. നന്നായിട്ടുണ്ട് വീട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. നല്ല വീതി കൂടിയ ഹാളാണ്. ഇവിടെ കയറി വന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു ഇറക്കം കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരിക. ഇവിടെ വന്ന് ഈ ഭാഗത്ത് ഇരിക്കാനൊക്കെ നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഈ ഭാഗത്ത് വന്നിട്ട് ഡബിൾ ഹൈറ്റാണ് ഉള്ളത്. സോ നല്ല സ്പേസിയസ് ആയിട്ടുള്ള വീടാണ്. മൊത്തം 2950 സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള സ്പേസ് ഇതിൽ കാണുന്നുണ്ട്. നമ്മുടെ ഈ ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത്. എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പേസ് ഇവിടെയുണ്ട്. അവിടെ നല്ല രീതിക്കുള്ള കബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു ഓഫീസ് റൂമാണ്. ഞാൻ മുമ്പിൽ അവിടെ വണ്ടി നിർത്തുന്ന സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ കാണുന്ന ഓഫീസ് റൂമാണ്. ചെറുതായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ റൂമൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി ഒക്കെ വന്നിട്ട് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൂടി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഈ ഡോർ നിൽക്കുന്നത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ കിച്ചൺ ഭാഗമാണ്. ഇവിടെ നിന്ന് ഈ കിച്ചൺ കാണുന്ന രീതിക്ക് ഒരു ചെറിയൊരു ഹോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് കൂടെ തന്നെ എടുക്കാൻ പറ്റും. അത്യാവശ്യം വേണ്ട രീതിക്ക് നല്ല സെൽഫും കാര്യങ്ങളെല്ലാം ഇവിടെ വൃത്തിയായിട്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. നല്ല വീതി കൂടിയ നല്ലൊരു കിച്ചൺ ഏരിയയാണ് ഉള്ളത്. വേണ്ട രീതിക്ക് എല്ലാ ഭാഗത്തും സെൽഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ഥല സൗകര്യം ധാരാളം ഉണ്ട്. അതേപോലെ ഇവിടെ ഒന്ന് ചെറിയൊരു സ്റ്റോർ റൂം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അതിലൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് വേറൊരു ഡോറുണ്ട്. ഇതൊന്ന് വർക്ക് ഏരിയയാണ്.
ഇവിടെ ഒന്ന് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പാൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പാത്രം കഴുകാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യമുണ്ട്. ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് വീടിൻ്റെ പുറകു വശത്തേക്ക് പോകാൻ പറ്റും. ഇതുപോലെ താഴത്തെ ഭാഗത്ത് ബെഡ്റൂം ഉള്ളത് ഇവിടെയാണ്. നല്ല വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ് ഉള്ളത്. ഡ്രസ്സ് വെക്കാൻ പറ്റിയ രീതിക്കുള്ള സെൽഫും കാര്യമില്ലതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച് ഉള്ളത് ഇവിടെയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്ന് ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ രീതിക്കുള്ള സിറ്റ് ഔട്ട് ഈ ഭാഗത്ത് ഉള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വിക്ടോറിയ കോളേജ് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അതേപോലെ മോയൻ സ്കൂള് ഇവിടെ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ആയിക്കോട്ടെ, അതേ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സൊക്കെ ആയിക്കോട്ടെ, വരാനും പോകാനും വെറുതെ നടന്നു പോകാനുള്ള ദൂരത്തിലേ ഉള്ളൂ. അതേപോലെ ചുണ്ണാമ്പുതറ, വടക്കന്തറ, ഇതൊക്കെ വളരെ അടുത്തായിട്ടുള്ള ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് ഇവിടെ പാലക്കാട് പോസ്റ്റ് ഓഫീസ് ഏകദേശം 1 കിലോമീറ്ററും കൂടി ഇല്ല. അത്രയ്ക്കും വളരെ അടുത്തായിട്ടുള്ള ലൊക്കേഷനാണ്. മേലെ ഭാഗത്ത് 3 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ഇതൊരു ബെഡ്റൂമാണ്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും കബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ ബാത്ത് അറ്റാച്ച് ഉള്ളത് ഇവിടെയാണ്. മൂന്നാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബെഡ്റൂമും വലിയൊരു ബെഡ്റൂമാണ്. പിന്നെ കബോർഡ്സ് ഇങ്ങനെയാണ് ഉള്ളത്. ഈ ബെഡ്റൂമിന്റെ ബാത്ത് അറ്റാച്ച്ഡ് ഇവിടെയാണ്. ഫുള്ളി തേക്ക് മരത്തിൽ പണിത ജനലും വാതിലുമാണ് ഉള്ളത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയ്ക്കും ഒരു സ്പേസ് ഇവിടെയുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഹാളിൽ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റിയ രീതിക്കുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതേപോലെ നമ്മുടെ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം ഉള്ളത് ഇവിടെയാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച് വന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് പുറത്തുള്ള ഒരു ബാൽക്കണിക്ക് പോകാൻ പറ്റും. ഇത്രയ്ക്കും സ്ഥല സൗകര്യം ഉള്ളതാണ്. എല്ലാ ഭാഗത്തും വീടുകൾ ഉള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ.
അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ 4ാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ചെറിയൊരു വഴിയുണ്ട്. ഇതൊന്നൊരു പൂജാമുറിക്കുള്ള സ്പേസ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഇവിടെ ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. പൂജാമുറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റഡി ഏരിയയായിട്ട് എന്നിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ വീട്ടിൽ 3 ബാൽക്കണിയാണ് ഉള്ളത്. ഒന്ന് ഈ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തുള്ളത്, ഇനിയൊന്ന് ഈ സ്ട്രൈറ്റ് കാണുന്ന ഡോറിൽ കൂടെ. ഡോർ ഇങ്ങനത്തെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് മുകളിൽ ഫുള്ളി ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളി മരങ്ങളാണ്. ഒരു 4-5 തെങ്ങുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നതാണ്. അതേപോലെ കുറേ മാവുണ്ട്, എല്ലാം നന്നായിട്ട് കായ്പിളനുള്ള മരങ്ങളാണ്. ഈ ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ 3ാമത്തെ ബാൽക്കണിയാണ് ഉള്ളത്. ഇത്രയ്ക്കും സ്പേസിൻ്റെ ഇവിടെ കാണുന്ന പാലമില്ലേ, അത് തന്നെ ബസ് റൂട്ടാണ്. നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ചുണ്ണാമ്പുതറയ്ക്ക് പോകണ ബസ് റൂട്ടാണ് ആ മേൽപ്പാളം. അപ്പോൾ ഞമ്മ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ വിക്ടോറിയ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള വിദ്യുത് നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 10 സെൻറ്റ് സ്ഥലം. അതിൽ 2950 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഞാൻ വന്ന് പരിചയപ്പെട്ട വീട്. മൊത്തം വന്നിട്ട് ഒരു 30 വർഷം പഴക്കമുള്ള വീടാണ്. എന്തെങ്കിലും സ്ട്രോങ് കൺസ്ട്രക്ഷനാണ്. എവിടെയും യാതൊരു കേടുപാടുകളും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് നമ്മൾ പരിചയപ്പെട്ട ഈ വീട്. വീട്ടിൽ വെള്ളത്തിൻ്റെ സൗകര്യം വന്നിട്ട് ഓപ്പൺ വെല്ലും ഉണ്ട്, മലമ്പുഴ കണക്ഷനും ഉണ്ട്. എല്ലാ സമയത്തും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു ഏരിയയാണ്. വിക്ടോറിയ കോളേജ് ഇവിടെ നടക്കാനുള്ള ദൂരത്തിലാണ് ഉള്ളത്. ആകപ്പാട് ഒരു 150-200 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അതേപോലെ മോയിൻ സ്കൂൾ വളരെ അടുത്താണ്. ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുതൽ 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. പിന്നെ ടൗണിൻ്റെ ഏതൊരു പരിസരത്തേക്കും പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലമാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേഷൻ. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 1,30 ലക്ഷം രൂപയാണ്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടിൽ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.